ഒട്ടുമിക്ക ചെറുപ്പക്കാരും കേരളത്തിന് പുറത്തേക്ക് തൊഴിൽ തേടി പോകുന്ന സാഹചര്യമാണുള്ളത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് പോകുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ നന്നായി പ്രിപ്പയർ ചെയ്ത് ഒരു വർഷം കാര്യമായി പ്രിപ്പയർ ചെയ്താൽ എന്തെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം കേരളത്തിൽ ലഭിക്കുമെന്നുള്ളതിന് തർക്കമില്ല. സ്വാഭാവികമായിട്ടും ഈ 2024, 25, 26 വർഷങ്ങളിൽ റിട്ടയർമെൻറ്റ് ഏറ്റവും കൂടുതലുള്ള വർഷങ്ങളാണ്. പേര് രഞ്ജിത്ത് കുമാർ. സെക്രട്ടേറിയറ്റിൽ നിന്നും സ്പെഷ്യൽ സെക്രട്ടറിയായി ഈ അടുത്ത കാലത്ത് വിരമിച്ചു. 29 വർഷത്തിലധികം സർവീസ് ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട വകുപ്പുകളിലും ജോലി ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായും കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ആദ്യ സെക്രട്ടറിയായും സേവനമനുഷ്ഠിക്കുന്നതിനും ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായി കയറി സെക്രട്ടേറിയറ്റിലെ ഏറ്റവും ഉയർന്ന തസ്തികയായ, അല്ലെങ്കിൽ സംസ്ഥാനത്തെ നോൺ IAS വിഭാഗത്തിലെ ഏറ്റവും ഉയർന്ന തസ്തികയായ സ്പെഷ്യൽ സെക്രട്ടറി തസ്തികയിൽ എത്തിച്ചേരാൻ ആയി എന്നുള്ളതും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ എഴുതിയ PSC പരീക്ഷകളിൽ ഏറ്റവും പ്രയാസമേറിയ പരീക്ഷയായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്നുള്ളത്. ഞങ്ങളുടെ ഈ അന്നത്തെ കാലത്ത് ആൽഫബറ്റിക് ഓർഡറിൽ ഞങ്ങളുടെ ഈ ശൂരനാട് തെക്ക് വടക്ക് പഞ്ചായത്തുകളിലെ 6 S അക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന പേരുകളുള്ള ഒട്ടനവധി പേർ പരീക്ഷ എഴുതിയതിൽ നിന്നും വളരെ ചുരുക്കം പേർക്കാണ് ആ ലിസ്റ്റിൽ കടന്നുകൂടാൻ ഭാഗ്യമുണ്ടായത്. അതിൽ ഒരാൾ ആയതിൽ എനിക്ക് എപ്പോഴും സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട്. 1995 ഫെബ്രുവരി മാസം 20-ാം തീയതി സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് വേണ്ടി ആദ്യമായി ഏർപ്പെടുത്തിയ പ്രീ എൻട്രി ട്രെയിനിങ് പ്രോഗ്രാമിൽ ആണ് ഞാൻ സെക്രട്ടേറിയറ്റ് സർവീസിലേക്ക് പ്രവേശിക്കുന്നത്. 1995 മെയ് മാസത്തിലാണ് ട്രെയിനിങ് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിലെ പൂർണ്ണ സമയ ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നത്. സാംസ്കാരിക വകുപ്പിൽ തുടങ്ങി ആഭ്യന്തര വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, പൊതുഭരണ വകുപ്പ്, റവന്യൂ വകുപ്പ്, വ്യവസായ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളിലൊക്കെയും ജോലി ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. മറ്റേത് ജോലിയേക്കാളും മികച്ച അവസരങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുവാനും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗമാകുവാനും സാധിക്കുന്ന അപൂർവം ചില തസ്തികകളിലൊന്നാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് ഉള്ള തസ്തിക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പൊതുവെ വിവക്ഷിക്കപ്പെടുന്ന ഈ തസ്തിക സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമുള്ള റിക്രൂട്ട്മെൻ്റ് അല്ല. അത് സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുഭരണ സെക്രട്ടേറിയറ്റ്, ഫൈനാൻസ് സെക്രട്ടേറിയറ്റ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്, കൂടാതെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, വിജിലൻസ് കമ്മീഷണർ, സ്പെഷ്യൽ ജഡ്ജ്, വിജിലൻസ് ട്രിബ്യൂണൽ മുതലായ 7 ഓഫീസുകളിലേക്കാണ് ഈ തസ്തികയിൽ നിന്നുമുള്ള റിക്രൂട്ട്മെൻറ്റ് വഴി നിയമനം ലഭിക്കുന്നത്. ഭാഗ്യവശാൽ എനിക്ക് പൊതുഭരണ വകുപ്പിൽ നിയമനം ലഭിച്ചതുകൊണ്ടാകാം ഇത്രയും ഉയർന്ന തസ്തികയിലെത്താൻ സാധിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായി കയറിയാൽ 2 ഗ്രേഡുകളാണ് ആദ്യം ലഭിക്കുന്നത്. സീനിയർ ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ഗ്രേഡ് ലഭിക്കും. അത് കഴിഞ്ഞ് സെലക്ഷൻ ഗ്രേഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഗ്രേഡ് ഇപ്പോൾ അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്നതാണ് 1ാമത്തെ ഗസറ്റഡ് തസ്തിക. അത് കഴിഞ്ഞ് അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി. ഇതാണ് സെക്രട്ടേറിയറ്റിലെ പ്രൊമോഷൻ്റെ വിവിധ തലങ്ങൾ എന്ന് പറയുന്നത്. ഡെപ്യൂട്ടി സെക്രട്ടറി തൊട്ട് മുകളിലോട്ടുള്ളതെല്ലാം സെക്രട്ടറിക്ക് തുല്യമായിട്ടാണ് കാണപ്പെടുന്നത്. ചെറിയ വകുപ്പ് തലവൻ്റെ സ്റ്റാറ്റസ് തൊട്ട് ഏറ്റവും മേജർ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് വരെയുള്ള തസ്തികകളാണ് ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി എന്നിവ. ഈ തസ്തികയിൽ കയറിയാലുള്ള ഒരു മെച്ചം എന്ന് പറയുന്നത് 2-3 അവന്യൂസ്, അല്ലെ പ്രൊമോഷണൽ അവന്യൂസ്, അല്ലെങ്കിൽ 2-3 സാധ്യതകൾ ഇതിൽ കടന്നു വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലെ സാധാരണ പ്രൊമോഷനുകൾ കൂടാതെ ഇപ്പോൾ പുതിയ KASലേക്കുള്ള 2 സ്ട്രീമിലേക്കും സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റൻ്റായിട്ട് കയറുന്നവർക്ക് എഴുതാവുന്നതാണ്.
ആദ്യത്തെ സ്ട്രീമിലും രണ്ടാമത്തെ ഗസറ്റഡ് ഓഫീസർമാർക്കുള്ള സ്ട്രീമിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമാർക്ക് ടെസ്റ്റ് എഴുതി പോകാവുന്നതാണ്. കൂടാതെ അണ്ടർ സെക്രട്ടറി തലത്തിൽ 8 വർഷം സർവീസ് ലഭിക്കുന്നവർക്ക് IAS കൺഫർ ചെയ്ത് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അത്തരത്തിൽ എപ്പോഴും വളരെ മികച്ച ഒരു സേവന മേഖലയായിട്ടാണ് സെക്രട്ടേറിയറ്റിനെ ഞാൻ കണ്ടിട്ടുള്ളത്. ഭാഗ്യവശാൽ ഒരു തവണ IASൻ്റെ കൺഫർ ചെയ്യാനുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. കിട്ടിയില്ല എന്നുള്ളത് അതിൻ്റെ രണ്ടാമത്തെ, നമ്മളെക്കാൾ യോഗ്യരായ മറ്റുള്ള ചിലർക്ക് കിട്ടിക്കാണണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ 2024, 25, 26 വർഷങ്ങളിൽ റിട്ടയർമെൻറ്റ് ഏറ്റവും കൂടുതലുള്ള വർഷങ്ങളാണ്. കാരണം ഞാൻ 91 ലിസ്റ്റിൽ, അതായത് ഞാനൊക്കെ കയറിയ ലിസ്റ്റിലെ ആൾക്കാരെല്ലാവരും 2024 റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. അവസാനം റിട്ടയർ ചെയ്ത ഏതാനും ചിലരിൽ ഒരാളാണ് ഞാൻ. അടുത്ത ലിസ്റ്റ് 96-ലാണ് വന്നത്. ആ 96-ലെ സർവീസിൽ കയറിയ ഒട്ടുമിക്കവരും 2025-ലും 26-ലും റിട്ടയർ ചെയ്യും. കുറച്ച് പേര് മാത്രമാണ് ഒരു 2028 വരെ പോകുന്നത്. സ്വാഭാവികമായിട്ടും നിരവധി വേക്കൻസികൾ വരാനുള്ള സാധ്യത നിലവിലുണ്ട്. ഒട്ടുമിക്ക ചെറുപ്പക്കാരും കേരളത്തിന് പുറത്തേക്ക് തൊഴിൽ തേടി പോകുന്ന സാഹചര്യമാണുള്ളത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് പോകുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ എന്തുകൊണ്ടോ എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു, എൻ്റെ സഹോദരങ്ങളെല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് എപ്പോഴും സ്വപ്നങ്ങൾ കൊണ്ട് നടന്ന ഒരാൾ എന്നുള്ള നിലയിൽ നമ്മുടെ പുതുതലമുറയിലെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നന്നായി പ്രിപ്പയർ ചെയ്ത് ഒരു വർഷം കാര്യമായി പ്രിപ്പയർ ചെയ്താൽ എന്തെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം കേരളത്തിൽ ലഭിക്കുമെന്നുള്ളതിന് തർക്കമില്ല. അതിൽ നിങ്ങളുടെ ഡെഡിക്കേഷനാണ് ഏറ്റവും പ്രധാനമായി വേണ്ട, അർപ്പണബോധത്തോടു കൂടി. അപ്പോൾ നിങ്ങൾ കോച്ചിങ്ങിന് പോകുന്നു, രാവിലെ മുതൽ ഉച്ചവരെ കോച്ചിങ്, അത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ കറങ്ങി നടക്കുന്ന രീതി മാറ്റിയിട്ട് രാവിലെ മുതൽ കോച്ചിങ്ങിന്, ഉച്ചവരെ കോച്ചിങ്ങും, തുടർന്ന് സ്വന്തമായി കുറേ തയ്യാറെടുപ്പുകളും നടത്തണം. എല്ലാ ദിവസവും പത്രം വായിക്കണം. അതും ഒരു ഇംഗ്ലീഷ് പത്രം നിർബന്ധമായും വായിക്കണം. ഇംഗ്ലീഷും GKയും ഒക്കെയാണ് സ്വാഭാവികമായും ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ ഒരു ഗതി നിർണ്ണയിക്കുന്ന 2 വിഷയങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കണക്കാണെങ്കിലും മറ്റ് റീസണിങ് ഒക്കെ ആണെങ്കിലും നമുക്ക് സ്കില്ലിംഗ് വഴി നേടിയെടുക്കാവുന്നതാണ്. ഇംഗ്ലീഷും GKയും നമ്മൾ അക്വയർ ചെയ്യുന്നതാണ്, നമ്മൾ സ്വയം നേടിയെടുക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ അർപ്പണബോധത്തോടുകൂടി നിശ്ചയമായും ഒരു പ്രിപ്പറേഷൻ നടത്തിയാൽ നിങ്ങൾക്കൊക്കെയും ഈ കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ സർക്കാർ മേഖലയിലെ തൊഴിലിൽ എത്തിപ്പെടാവുന്നതാണ്. ജോലിയുടെ സുരക്ഷ എന്ന് പറയുന്നതാണ് സർക്കാർ സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവർക്ക് എന്നും അതിൻ്റേതായ മെച്ചമുണ്ടാകും. അതുകൊണ്ട് തന്നെ നന്നായി പ്രിപ്പയർ ചെയ്യുക. ഈ വരുന്ന സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന് വേണ്ടി മറ്റ് ടെസ്റ്റുകളേക്കാൾ കുറച്ചും കൂടി കട്ടിയേറിയ അല്ലെങ്കിൽ പ്രയാസമേറിയ പരീക്ഷയായിട്ടാണ് സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ പരീക്ഷയെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രത്യേക തലത്തിലുള്ള തയ്യാറെടുപ്പുകൾ വേണ്ടിവരും എന്നുകൂടി ഈ എൻ്റെ കുഞ്ഞനുജന്മാരെയും അനിയത്തിമാരെയും ഓർമ്മിപ്പിക്കുകയാണ്. നന്നായി പ്രിപ്പയർ ചെയ്യുക, നല്ല അർപ്പണബോധം ഏത് കാര്യത്തിലും ഉണ്ടാകുക, എങ്കിൽ വിജയം സുനിശ്ചിതമായി.